ഇന്ന് ഞാൻ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേരാണ് ആർക്ക് സർവൈവൽ ഇവോൾവ്ഡ്. അപ്പോൾ ഞങ്ങളിന്ന് ഈ ഗെയിമാണ് കളിക്കാൻ പോണത്. ഇത് സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്റ്റോറി നമുക്ക് കേൾക്കാം. Everything depends on your survival. Master this world. Make allies of its many creatures. Learn your strength and skill. Explore this place like I did so long ago. Put the pieces together and find me survivor. മാപ്പിന്റെ ബോസാണ്. You may be the only one who can. ഇത് പിന്നെ ഒരു ഡൈനോസർ ഗെയിമാണ്. ഇത് ഞങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കളിക്കുകയാണ്. തേർഡ് പേഴ്സൺ ഉണ്ട്. തേർഡ് പേഴ്സൺ ഇത്തിരി പണിയുണ്ടെന്ന് നമുക്ക്. ഒരു മിനിറ്റ്. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ കൺട്രോൾസൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഗൈസ് അപ്പോൾ ഞങ്ങൾ കൺട്രോൾസൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഫ്രണ്ട് ആവാം. ഇത് നിൽക്കറാ ഞാൻ ഫ്രണ്ടിന് വേണ്ടി തരാം. ഫ്രണ്ടിന് വേണ്ടി അവിടെ ഇതിൽ കൂടെ കഴിഞ്ഞാ ലെവലെത്തി. നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രണ്ടിന് വേണ്ടി തരാം? ഞാനൊക്കെ മറന്നു. അല്ല ഞാൻ തന്നിട്ടുണ്ട് തോന്നുന്നു. ഞാൻ തന്നിട്ടുണ്ട്. ഫ്രണ്ടിന് വേണ്ടി തോന്നി. എൻ്റെ കയ്യിൽ തൊട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യും. ഈ സ്ഥലത്തിന് വേഗം പോവാം. മുകളിൽ കണ്ടോ എഫക്റ്റ് കിട്ടുന്നുണ്ട്. മുകളിൽ ടോപ്പിൽ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല ഇവിടെ ബേസ് വെച്ചാ. പക്ഷെ ഈ ഏരിയ ഒന്ന് പോകണം. മുകളിൽ കണ്ട എഫക്റ്റ് കിട്ടണ്ട. അതുകൊണ്ട് ചുമക്കണ കണ്ട എഫക്റ്റ് കിട്ടുന്നുണ്ട്. അത് വെറുതെ എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം. ഈ സൈക്കിൾ നമുക്കൊന്ന് കളിക്കുന്നുണ്ട്. അടിക്കും. എത്ര ലാഭം 74 നമുക്ക് നിറയെ ഒരു കളിയക്കാരും കൊറോണ വന്നിരിക്കുന്നത്. ചെറിയ ലാഗൊക്കെ അടിക്കും. പോണ്ടോ ടീമേറ്റാണ്.
കുറച്ച് കാര്യങ്ങൾ ഓൺ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ഇതൊക്കെ ആവശ്യമുണ്ട്. ഇത് ഓരോരുത്തരും ബേസിക് നമുക്ക് PvP സെർവർ ആയതുകൊണ്ട് എപ്പോഴെങ്കിലും ഇത് PvP സെർവറാണ്. അതുകൊണ്ട് ബേസ് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വന്നിട്ട് പൊളിച്ച് കളയും. ടെക്കിൻ്റെ പ്ലാറ്റ്ഫോമാണെന്ന് നോക്കാം. ബേസ് അവിടെ നീ അവിടെ ബേസ് അതാ ഒക്കെ സെറ്റായിട്ട് കാണിക്കാം. ഗ്രൈൻഡിങ് ഓടെ കൊണ്ടുപോയി കൊണ്ട് ഓടെങ്കിലും കൊണ്ടുപോയി ചെക്കൻ ഇവിടെ മഴ ലോഗോട്ട് അടിച്ച് പോയിക്കുന്നുണ്ട്. പഴയ മൊബൈൽ ആപ്പിൽ കളിക്കുമ്പോൾ ഞാൻ എവിടെയാണ് നീ അവിടെ നിൽക്കുന്നു? അതാ അവിടെ മെറ്റിൽ കണ്ടു മെറ്റിൽ ഏതാ ഏരിയയുടെ ചുവട്ടിലാണ് ചുമക്കാനായിട്ട് എഫക്റ്റ് ഇനിയും പോയിട്ടില്ല. എൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തുറക്കാനില്ലേ തുറക്കുന്ന സമയത്ത് എനിക്ക് ബ്രോ ഗൈസ് ഞാൻ അങ്ങനെ പന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആൽഫയ്ക്ക് നോർമലിനെക്കാളും പവർ ഉണ്ടാവും. പവറും ഹെൽത്തും ഒക്കെ കൂടുതലായിരിക്കും, മറ്റുള്ള വലിപ്പമൊക്കെ കൂടുതലായിരിക്കും. ഞാൻ പന്തുണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ കൂടും. രാത്രി അതാ ഞാൻ ചത്ത എൻ്റെ ബോഡി അവിടെയാണ്. അയ്യോ അപ്പം നേരത്തെ നോക്കി വന്നൂടെ? നേരത്തെ നോക്കി വരായിരുന്നു. ആ ഇതാണത് ഞാൻ ആദ്യം മരിച്ചത്. ഇപ്പുറത്തെ സ്ഥലത്ത് ഗൈസ് ഞാൻ ആദ്യം മരിച്ചെൻ്റെ ബോഡി കിട്ടി. ഇപ്പുറത്തെ സ്ഥലത്ത് എന്താണെന്ന് എനിക്ക് മാപ്പിലെ ഫ്രണ്ടിനെ കാണിക്കുന്നത് ഇത് കാണാൻ
കാരണം അപ്പുറത്ത് നിൽക്കുമ്പോൾ നല്ല ചുമയുള്ള എഫക്റ്റ്, ചുമൻ്റെ എഫക്റ്റ് അപ്പുറത്തേക്ക് വളരാനാണ്. ആദ്യം മരിച്ചെൻ്റെ ബോഡി വെക്കണമെങ്കിൽ വുഡൻ ബേസ് വെച്ചിട്ട് ഇതിനെ ഡ്രോപ്പ് ചെയ്ത് കളയാം. അതിന് ആവശ്യമില്ല. ഒരു പൊട്ടിക്കൂട് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് എനിക്ക് അതാ കണ്ടുകൊണ്ടു വെളിച്ചം. വെള്ളത്തിലൊരു മീൻ പിരാനും എല്ലാം ഉണ്ടാവും. അതാ ഇതിനകത്തുണ്ട് ഗൈസ്. പെട്രോൾ ടൂൾസ് ആണ് ചിലപ്പോൾ നമുക്ക് തല്ലി പിടിക്കാൻ പറ്റും. നീ വീട്ടിലാണ്? അല്ല, നീ വീട് തല്ലി പൊളിക്കാണ്. ഇതിനകത്ത് എന്താണ്ടുള്ളത്? ഇതിനകത്ത് വല്ലതും ഉണ്ടാവുമോ? അടിച്ച് മഴയ്ക്ക് അതിനെ ടൈം ചെയ്യാം. ടൈം ചെയ്യാതെ ഫുഡിന് അവനെ ടൈം ഞാൻ ആദ്യം കുറച്ച് പണ്ടൊക്കെ ഒന്നുണ്ടാവണ്ട. ആദ്യം അടിച്ച് പൊളിക്കി അവൻ ചാവും. മരിക്കട്ടെ. ടാച്ച് മാത്രം കിട്ടണുള്ളൂ, ഫുഡൊന്നും കിട്ടണില്ല. ഫുഡൊന്നും കിട്ടണില്ല, ടാച്ച് മാത്രം. അവസാനം വുഡ് കിട്ടി. ഇനി ക്രാഫ്റ്റിങ്ങിൽ കൊടുത്തിട്ട് ക്രാഫ്റ്റിംഗ് അതിൽ പോയിട്ട് 2 പിക്കാറ്റ്സ് അതിൽ പോയിട്ട് പിക്കാറ്റ്സ് ക്രാഫ്റ്റ് ചെയ്യാം. പിക്കാറ്റ്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പന്തം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിൻറ്റ് വേണം. ഫ്ലിൻറ്റ് ഇവിടെ റോക്സ് പൊട്ടിക്കാം. ഓക്കെ, ഫ്ലിൻറ്റ് കിട്ടി. ഫ്ലിൻറ്റ് കിട്ടി. മാക്സും പിന്നെ പന്തം ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ഈ ഇരുണ്ട രാത്രിയിൽ നമ്മൾ വെളിച്ചം കൊണ്ടുവന്നിരിക്കുന്നു. ഇതല്ല, കുറേ പേര് ഇവിടെ കടന്നു. എന്തെങ്കിലൊക്കെ വെള്ളം ഉണ്ടാവും. ഡോഡോൻ്റെ മുട്ട. കുറേ ടൂൾസ് ഉണ്ട്. പിക്കാസ് ആർക്കോബറി ആവശ്യമുണ്ട്. ഫുഡ് ടാച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കളയാൻ വരുമ്പോൾ അവനെ കൊണ്ട് വെക്കുന്ന കാര്യം കൂടി ഉണ്ടാകാൻ പാടും. ഓക്കെ, വേറെ ആരും ഇവിടെ കത്തുന്ന എല്ലാവരും അതായിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഞാൻ കുറച്ച് ടൂൾസും പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ അവൻ്റെ ഒപ്പം തിരിച്ചെത്തിയിട്ടുണ്ട്. എന്താ കാണുന്നു ഡോളാണ്. നീ ടീം ഏതാണ്? കടന്നിട്ടേ ഞാൻ ഡോളാനെ എടുത്തിട്ടുണ്ട്. ഡോളാ നീ ടീം ചെയ്യുമ്പോൾ അവന് കൊല്ലണ്ട. ഇതുവല്ലോ ഉണ്ടോ? അവൻ്റെ എന്തോ സാധനം വന്നടിക്കണോ? മറ്റേ മോഷ്ടിക്കണേ, അങ്ങനെ മോഷ്ടിക്കണേ.
അതിൻ്റെ അടുത്ത് മോഷ്ടിച്ചോ? ഞങ്ങൾ ഡോഡോനെ ടൈം ചെയ്യണം ഗൈസ്. ഇതും മറ്റേ നല്ല ആദ്യം നമ്മ ഇതിനെ അടിച്ച് മഴക്കിടണം ടൈം. എൻ്റെ അടുത്തുണ്ടോ നാർക്കോ ബറീസ്? എൻ്റെ അടുത്ത് 51 ഉണ്ടായിരുന്നു. ഒരുത്തിന് അയ്യോ നീ കത്തി തുടങ്ങുന്നു ഒരു HP ഉള്ളൂ. ഒരു ഹെൽത്ത് ഞാൻ മറ്റേ ഡോഡോയ്ക്ക് ഇട്ട് കൊടുക്കാം. നാർക്കോ അതിൻ്റെ പിന്നില്ല എല്ലൊക്കെ പൊട്ടി. എല്ലു പൊട്ടി. നമ്മുടെ ഓർഡർ ലെവലപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. നിന്റെ എല്ല് പൊട്ടി. ലിറ്റ് HP ആണ്. ലിറ്റാണല്ലേ. ഒരടി കൈ തട്ടി ഇട്ട് കഴിഞ്ഞാൽ നീ അവൻ്റെ അടുത്ത് മാറി നിൽക്ക്. ഓക്കെ രാവിലെ ആവുന്നുണ്ട് ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത്തിരി കൂടി ഇമ്പ്രൂവ് ആയിട്ട് കാണാം. എനിക്ക് ഡോറൊന്നും എടുക്കാൻ പറ്റും. നീ ഒരു ഡോറോ നോക്കാൻ എൻ്റെ അടുത്ത് പോയിട്ടൊരു തൊട് തൊട്ടാൽ മതി. ഞങ്ങൾ തൊട്ടാൽ മതി. ഞാൻ അവിടെ ആ ഡോറോ ഏത് ഇതാ ഫീമെയിൽ എന്നാ ഡോറോ കൈ ഇത് മെയിലാണ്. നമുക്ക് അവിടെ നിർത്തണം. സേഫ് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം ഞങ്ങൾ ഇത്തിരി കൂടി ഇമ്പ്രൂവ് ആയിരിക്കും. അപ്പോൾ ബൈ.